യെസ് ജസീന മിസ് ആണ്. എടാ മക്കളെ, നമ്മുടെ ഹിന്ദി എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താണ്? യെസ്, ഡയറി, ലെറ്റർ, പോസ്റ്റർ, ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടുള്ള മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ കേസിൽ നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ശരിയാക്കണം? യെസ്, ഇവയുടെയൊക്കെ ഫോർമാറ്റുകൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എഴുതണം. അതായത് ഫോർമാറ്റ് എഴുതേണ്ട രൂപത്തിൽ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ചോദ്യത്തിന് മുഴുവൻ മാർക്ക് നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വിഷമം, ആ ഒരു സങ്കടം ഇല്ലാതാക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് വരുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഫോർമാറ്റ്സ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. യെസ്, അപ്പൊ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? യെസ്, ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ്സ്. നമുക്ക് പഠിക്കാനുള്ള ഫോർമാറ്റുകൾ ഏതിൻ്റെയൊക്കെ നമ്മൾ പഠിക്കണം, ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക? യെസ്, പത്ര അല്ലെ, ലെറ്റർ റൈറ്റിംഗ് ഉറപ്പായിട്ടും നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തത് ഡയറി ചോദിക്കും അല്ലെ. മൂന്നാമത് റെപ്പട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് റിപ്പോർട്ട്, പത്രവാർത്ത നമുക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് പോസ്റ്റർ അല്ലെ. പോസ്റ്റർ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പോസ്റ്ററും അതുപോലെ ഏതെങ്കിലും ഒരു സബ്ജക്ട് തന്നിട്ട് പോസ്റ്റർ എഴുതാനും പറയും അല്ലെ. ദെൻ നെക്സ്റ്റ് ടിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കവിതകളുണ്ട് അല്ലെ. അപ്പൊ കവിതകളുടെ ആശയം എഴുതണം. ആശയം നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങ് എഴുതിയാൽ പോരാ. ആ ആശയത്തിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആശയത്തിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചരിത്രഗത ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച് അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ചരിത്രഗത ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാൻ ചോദിക്കും. അതിന്റെ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കണം അല്ലെ. നെക്സ്റ്റ് വാക്യ പിരമിഡ്. ഈ വാക്യ പിരമിഡ് ഒരു വില്ലനാണ് അല്ലെ. അപ്പൊ വാക്യ പിരമിഡ് നമുക്ക് ഫോർമാറ്റ് ആയിട്ടല്ല, പക്ഷെ അതിന്റെ ആ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്യ പിരമിഡും സെറ്റ് ആണ്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോയില് ചെറിയ സമയം കൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഇത് നിങ്ങൾ പഠിച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം എഴുതാൻ പറ്റും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. യെസ്, നമ്മൾ നോക്കാൻ പോകുന്നത് പത്ര, ലെറ്റർ. നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഒരു ലെറ്റർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക അല്ലെ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? യെസ്, ഒരു ബോക്സ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ബോക്സ് വെറുതെ വരച്ചാൽ മതി അല്ലെ, ബോക്സ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എൻ്റെ മക്കള് ബോക്സ് വരയ്ക്കണം. എന്നിട്ടോ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരീഖ് കേട്ടോ. അപ്പൊ ഒരു ബോക്സ് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പ്ലേസും ഡേറ്റും, ഓക്കെ, സ്ഥാനം താരീഖും നമ്മൾ എഴുതുന്നു. ദെൻ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്രിയമിത്ര, സല്യൂട്ടേഷൻ കൊടുക്കണം. നമ്മൾ സ്ട്രെയിറ്റ് കാര്യത്തിലേക്ക് കടക്കരുത്. അതിന് മുമ്പ് എന്താണ്, നമ്മുടെ ലെറ്റർ എഴുതാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തിയെ പറയും. ആ വ്യക്തിയുടെ പേരുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പ്രിയ, ആ വ്യക്തിയുടെ പേര് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിയമിത്രൻ തന്നെ സല്യൂട്ടേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ബോക്സ് വരയ്ക്കുന്നു, ഡേറ്റും പ്ലേസും എഴുതുന്നു, സല്യൂട്ടേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് ലെറ്റർ ആയിക്കോട്ടെ, ലെറ്ററിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ കണ്ടന്റ് മാത്രമേ നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? തും കൈസേ ഹോ? ഖുശ് ഹേ നാ? മേ യഹാം കുശൽ സേ ഹൂ അല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയായിരിക്കും. എന്തായാലും നമ്മൾ അത് സുഖമാണോ എന്ന് ചോദിക്കില്ലേ? യെസ്, അപ്പൊ നമ്മൾ അത് എല്ലാ ലെറ്ററിലും നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാ? ഇതങ്ങ് കാണാതെ പഠിക്കുക. തും കൈസേ ഹോ? ഖുശ് ഹേ നാ? മേ യഹാം കുശൽ സേ ഹൂ മതി. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനല്ലേ ലെറ്റർ എഴുതുക, അപ്പൊ അതൊന്ന് മെൻഷൻ ചെയ്യാം. ഏക് ബാത് ബതാനെ കെ ലിയേ മേ യഹ് പത്ര ലിഖ്താ ഹൂം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് അടിപൊളിയായിട്ട് കുറഞ്ഞ സെന്റൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക? എങ്ങനെയാണ്? യെസ്, വാപ്പസി പത്രക്ക് ഇന്റസാർ മേ, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, സസ്നേഹ് വിത്ത് ലവ് അല്ലെ. റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ആരാണ് എഴുതുന്നത് അല്ലെ, അതായത് ഫ്രം അഡ്രസ്. ഓക്കെ, എന്താ എഴുതേണ്ടത്? ഫ്രം അഡ്രസ് കേട്ടോ. ഫ്രം അഡ്രസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. തുമാരാ മിത്ര നാം ഹസ്താക്ഷർ. ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ്, അങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് വരച്ചിട്ട് സേവാമേ നാം പദ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, 4 മാർക്ക് എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ നമ്മുടെ കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ലെറ്റർ പെർഫെക്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു ലെറ്റർ എന്ന് പറയുന്നത്. ഉറപ്പല്ലേ? പഠിച്ചില്ലേ? സെറ്റ് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ഏതാടാ? ഡയറി ആണ് അല്ലെ. അപ്പൊ ഡയറി വളരെ സിമ്പിൾ ആണ്, പക്ഷേ നമുക്ക് നിർബന്ധം, അതായത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ലെറ്ററിന്റെ കേസിൽ ബോക്സ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ബോക്സ് മുഖ്യം ബിഗിലെ എന്താണ്? ബോക്സ് എന്തായാലും വേണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം? താരീഖ് അല്ലെ, ഡേറ്റ് കൊടുക്കാം.
ഓക്കെ, ഇനി എങ്ങനെയാ ഡയറി തുടങ്ങാം? ആജ് മേരെ ലിയെ, ഇന്ന് എനിക്ക് എന്താണ് ഖുഷി ഓർ ദുഃഖി ദിൻ താ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടാവും സന്തോഷമുള്ള കാര്യമാണോ സങ്കടമുള്ള കാര്യമാണോ എന്നല്ലേ. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവൂലേ? അപ്പൊ സന്തോഷമാണെങ്കിൽ ഖുഷി എന്ന് കൊടുക്കുക, സങ്കടമാണെങ്കിൽ ദുഃഖി എന്ന് കൊടുക്കുക. ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കരുത് കേട്ടോ. സന്തോഷമാണെങ്കിൽ ആജ് മേരെ ലിയെ ഖുഷി ദിൻ താ, സങ്കടമാണെങ്കിൽ ആജ് മേരെ ലിയെ ദുഃഖി ദിൻ താ. അപ്പൊ എല്ലാ ഡയറിയിലും നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് ഇവിടെ എഴുതുന്നു. അതിനുശേഷം എങ്ങനെ അവസാനിപ്പിക്കുന്നു നോക്കിയേ? ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേം ഞാൻ കബി നഹി ഭൂലൂങ്ക, ഒരു ദിവസം അതായത് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. സന്തോഷമാണെങ്കിലും നമ്മൾ മറക്കൂല, സങ്കടമാണെങ്കിലും നമ്മൾ മറക്കൂല. അപ്പൊ ഇത് ഏത് ഡയറിയിലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഡയറി എഴുതുമ്പോൾ എൻ്റെ മക്കള് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് റെപ്പട്ട് ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇടുന്നുണ്ടെങ്കിൽ ആരും A to Z ന്യൂസ് പേപ്പർ വായിക്കാറില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ആ ഹെഡിങ് വായിക്കും, അപ്പൊ തന്നെ നമുക്ക് കത്തും താഴോട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് തന്ന ചോദ്യത്തിൽ നിന്നും ചോദ്യം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തിനെ കുറിച്ചാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്നതെന്ന്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആകർഷണീയ ശീർഷക, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? സ്ഥാൻ അല്ലെ, ഒരു സ്ഥലം മെൻഷൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? ന്യൂസ് റിപ്പോർട്ടിന്റെ റെപ്പട്ടിന്റെ കാര്യത്തിൽ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റർ അല്ലേ. അപ്പൊ ചോദ്യം എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ചോദ്യമാണ് എന്താ പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ചോദ്യത്തിലുള്ള അതേ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? പോസ്റ്ററിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതിലേക്ക് അങ്ങ് ഉൾപ്പെടുത്തിയാൽ മതി. പക്ഷെ അതിന് ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് അനുസരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് കാര്യക്രം. കാര്യക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന ചോദ്യത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവല്ലോ. ചിലപ്പോൾ സങ്കോഷ്ടി ആയിരിക്കും, എന്തെങ്കിലും സെമിനാർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും, അല്ലെങ്കിൽ നാടകമായിരിക്കും അല്ലെ. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവും. അതാണ് കാര്യക്രം. കാര്യക്രം എന്ന് എഴുതി വെക്കല്ല കേട്ടോ. എന്താണ് പ്രോഗ്രാം, അതായത് നാടകമാണെങ്കിൽ നാടകം എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വിഷയം, അതായത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സെമിനാർ ആണെങ്കിൽ ആ സെമിനാർ ഒരു വിഷയം ഉണ്ടാവും അല്ലെ. നാടകമാണെങ്കിൽ ഏതെങ്കിലും ഒരു നാടകമായിരിക്കുമല്ലോ. അപ്പൊ ആ നാടകത്തിന്റെ പേര്, അതാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഈ വിഷയം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം പ്രോഗ്രാം എഴുതി അതിന്റെ വിഷയം എഴുതി അതിനുശേഷം എന്താണ്? ഡേറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ആളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? അതിലൊരു പ്രത്യേകമായ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് എഴുതുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് എഴുതുക. ഓക്കെ, അതിനുശേഷം എന്താണ്? യെസ്, ടൈം കൊടുക്കുക. ഓക്കെ, അപ്പൊ പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, ഡേറ്റ് നമ്മൾ പറഞ്ഞു, പിന്നെ ഒരു സമയം കൂടി നമുക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? ഇതങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, സുബഹ്, दोपहर, शाम, रात. ഇത് ഏതെങ്കിലും പഠിക്കാം. ഓക്കെ, സുബഹ് 10 ബജെ, दोपहर 2 ബജെ, ഷാം 4 ബജെ, ദെൻ രാത് 8 ബജെ. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാം ആ സമയത്ത് നടന്നാൽ മതി. ഓക്കെ, ദെൻ അതിനുശേഷം സ്ഥാൻ, പ്ലേസ് കൊടുക്കണം. അപ്പൊ പ്ലേസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന എന്നുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ സ്കൂളാണ്, അപ്പൊ അവിടെ എന്ത് കൊടുക്കാം നമുക്ക്? സ്കൂൾ സഭാ ഭവൻ. ഓക്കെ, സ്കൂൾ സഭാഭവൻ ആയിരിക്കും എന്ത്? പ്ലേസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം? സബ്കാ സ്വാഗത്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പൊ പ്രോഗ്രാം എഴുതുന്നു, സബ്ജക്റ്റ്, ഡേറ്റ്, ദെൻ സമയം, അതുപോലെ എന്ത് കൊടുക്കണം? യെസ്, പ്ലേസ് അല്ലെ. അതിനുശേഷം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു പോസ്റ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് എന്താണ്? കവിത പർ ടിപ്പണി അല്ലെ. നമുക്ക് കവിത എഴുതാനുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്ക് മേടിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒരു കവിതയുടെ ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായിട്ട് ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് കവിതയുടെ പേര് മാത്രം കൊടുത്താൽ മതി, കവിതയുടെ പേര് തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം കവികാ പരിചയം. അപ്പൊ നമുക്ക് കുറച്ച് വരികൾ തരും അല്ലെ. അപ്പൊ ആ വരികൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഏതാണ് ആ കവിത എന്ന്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? ആ കവിത ആരാണ് എഴുതിയത്, അതായത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ഇന്നയാളുടെ കവിയുടെ പേര്. അപ്പൊ കവിയുടെ പേരും അതുപോലെ
കവിതാക്ക പരിചയ്, കവിതയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ആശയം എഴുതി തുടങ്ങേണ്ടത്. അതായത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള പ്രേംചന്ദ്, ഒരു എക്സാമ്പിൾ പറയാം, പ്രേംചന്ദിന്റെ മനോഹരമായിട്ടുള്ള കവിതയാണ്, കവിതയുടെ പേര് എഴുതുക. ക്ലിയർ ആയോ? അപ്പം കവിതയുടെ പേര്, കവിയുടെ പേര്, അതിനുശേഷമാണ് പങ്ക്തിയോ ക വിശേഷത, വരികളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി, അതായത് വരികളെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം കവിതാക്ക സന്ദേശം, ആ കവിതയ്ക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തന്നിട്ടുണ്ടാവുമല്ലോ, ആ മെസ്സേജ് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കവിതയുടെ ആശയം അഥവാ കവിതയുടെ ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയാൽ 4 മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ചരിത്രഗത ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും ചോദിക്കും. വളരെ എളുപ്പമാണ്, അധിക കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഡേഷ് മഷ്ഹൂർ കഹാനി, അതായത് ഇവിടെ എന്ത് ചെയ്യാം, കവിയുടെ പേര് കൊടുക്കുക, അത് എഴുതിയ ആളുടെ പേര്, അതായത് ഇന്ന കവിയുടെ മഷ്ഹൂർ കഹാനി, ഫേമസ് ആയിട്ടുള്ള കഥയായിട്ടുള്ള, ഇവിടെ എന്ത് കൊടുക്കുക? യെസ്, കഥയുടെ പേര്. ഓക്കെ, കഥ ആയിക്കോട്ടെ, ലേഖനം ആയിക്കോട്ടെ, ഏതാന്ന് വെച്ചാൽ അതിന്റെ പേര് കൊടുക്കാം. മുഖ്യപാത്ര ഹേ, എന്താണ് അതിലുള്ള മുഖ്യ പാത്രമാണ്, കഥാപാത്രമാണ് എന്ത്, ഇവിടെ കഥാപാത്രത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ എന്താണ്, ഇന്ന കവിയുടെ, അതായത് ഇന്ന കവിയുടെ ഫേമസ് ആയിട്ടുള്ള കഥയായിട്ടുള്ള കഥയുടെ പേര് കൊടുക്കുക, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറെ കുറിച്ച് തന്നിട്ടുണ്ടാവല്ലോ. ഓക്കെ, അപ്പൊ ആ കഥാപാത്രത്തിന്റെ പേര് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അതായത് അത് എഴുതിയ ആളാരാണ്, ആ കഹാനിയുടെ പേരെന്താണ്, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആ ആള്. ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ക്യാരക്ടർ സ്കെച്ച് തുടങ്ങേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും, അതുപോലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഇനി ഫോർമാറ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ടെൻഷൻ ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളേക്ക് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് അടിപൊളിയായിട്ട് പഠിക്കുക, ഫോർമാറ്റ് ശരിയാക്കിക്കോ, കണ്ടന്റ് അങ്ങ് എഴുതിക്കോ, നിങ്ങൾ ചാമ്പിക്കോടാ, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ഫോർമാറ്റിന്റെ കൂടെ എങ്ങനെയാണ് കണ്ടന്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇവിടെ പറയും, ഇന്നത്തെ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എന്ത് ചെയ്യണം, ലൈവ് കാര്യങ്ങളൊന്നും മിസ്സാക്കരുത്. അതുപോലെ ഒരുപാട് വീഡിയോസ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ കണ്ടോ, സെറ്റ് ആയിക്കോ, നാളത്തെ എക്സാം നിങ്ങൾക്കുള്ളതാണ്.